പ്രിയം നിറഞ്ഞവരെ, അല്ലാമ സാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ 1-ാം വാള്യം 360-ാമത്തെ പേജിൽ സ്വർഗപ്രവേശനം ലഭിക്കുന്ന 10 ജീവികളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒന്നാമതായി നമുക്കൊക്കെ അറിയുന്ന ഖിത്മീർ എന്ന് പറയുന്ന അസ്ഹാബുൽ കഹഫിനെ കാവൽ നിന്ന ഉഹിബ്ബു അഹിബ്ബ അള്ളാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ഞാൻ ഇഷ്ടം വെക്കുന്നു എന്നു പറഞ്ഞ ആ നായയാണ്. നായയെ ഇസ്ലാം ബഹുമാനിച്ചതിൻ്റെ മകുടോദാഹരണമാണിതെന്നുകൂടെ നമ്മൾ കൂട്ടി വായിക്കണം. രണ്ടാമത്തേത് സകല അംബിയാഉകൾക്കും നൽകപ്പെട്ട ബുറാഖ് എന്ന് പറയുന്ന വാഹനമാണ്. സ്വഹീബുൽ ബുറാഖി വറഫ്റഫിൽ അലാ റസൂലുള്ളാഹ് എന്ന ബൈത്തുകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. പലരും വിചാരിച്ചിട്ടുള്ളത് മുത്തുനബിക്ക് മാത്രം നൽകപ്പെട്ട വാഹനമാണെന്നാണ്. ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ച് അംബിയാഉകളുടെ വാഹനമാണ് ബുറാഖ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സ്വാലിഹ് നബിയുടെ ഒട്ടകമാണ്. നാലാമത്തേത് സുലൈമാൻ നബിയെ ബഹുമാനിച്ച ആദരിച്ച ഉറുമ്പും അതുപോലെ തന്നെ മരം കൊത്തിയും. പിന്നീടുള്ളത് സൂറത്തുൽ ബഖറയിൽ പ്രമേയമാകുന്ന ആ പശു തന്നെയാണ്. പിന്നെ ഉസൈർ നബിയോടൊപ്പം 100 വർഷക്കാലയളവ് ഉറങ്ങിക്കിടന്ന ഉസൈർ നബിയോട് കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കഴുത. പിന്നെയുള്ളത് യൂനുസ് നബിയെ വിഴുങ്ങിയ ആ മത്സ്യം. പിന്നെ ഇബ്രാഹിം നബിക്ക് വലിയ റഹ്മത്തായിക്കൊണ്ട് അള്ളാഹു ഇറക്കിയ ആ ആട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി ആ വലിയ മുക്രമീനായ ബഹുമാനിക്കപ്പെടേണ്ട ബഹുമാന്യരായ ആ മാലാഖന്മാർക്ക് വേണ്ടി സൽക്കരിച്ച ആ പശുക്കുട്ടി. ഇങ്ങനെ 10 ജീവികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സ്വർഗപ്രവേശനം ലഭ്യമായവരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാമ സാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാഷിയിൽ കൃത്യമായി തന്നെ സൂറത്തുൻ നംലിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്.